ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് വരുന്ന ഒരു വിങ് എന്ന് പറയുന്നത് SSC ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, SSC വഴിയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള എല്ലാ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പൊ ഈ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതായത് +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ IT അങ്ങനെ എന്തെങ്കിലും സ്കില്ലായിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജി അങ്ങനെ പഠിക്കാൻ പോകുന്നവരുണ്ട്. അതും അല്ലെങ്കിൽ ഡയറക്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുന്നവരുണ്ട്. ഡിഗ്രിക്കാണെങ്കിലും ഈ സെയിം കണ്ടീഷനാണ്. ഡിഗ്രി പഠിക്കുന്നവർ ഇപ്പം BSc BA അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ഇപ്പം നമ്മുടെ അക്കാഡമിക് ഇയർ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരുടെയും മൈൻഡിൽ കാണും. അപ്പം അങ്ങനെയുള്ളവർ ചൂസ് ചെയ്യുന്ന ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നത് ഡിഗ്രി കഴിഞ്ഞ് നേരെ പോകുന്നത് കോച്ചിങ് ആണ്. അത് രണ്ടായിട്ട് പോകുന്നുണ്ട് അല്ലെ. SSC നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലേക്കും പോകുന്നുണ്ട്, PSC നമ്മുടെ സ്റ്റേറ്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കാണുക. അതായത് ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അതായത് കയറാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒട്ടനവധി പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന, മെയിൻലി ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഡിഗ്രി ലെവൽ പോസ്റ്റുകളായിട്ടുള്ള CGL വഴിയാണ്. ഓക്കെ, അപ്പം ഡിഗ്രി ലെവൽ പോസ്റ്റാണ് CGL വഴി എല്ലാവരും കയറുന്നത്. അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് CGL. അതുപോലെ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് CHSL. ഈ CGLും CHSലും മാത്രമല്ല 10th ലെവൽ ഉള്ളവർക്കും പോകാം. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വേണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് കയറാം. അതാണ് MTS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പം മെയിൻലി ഈ 3 കാര്യങ്ങളെ നമുക്കറിയും. ബട്ട് അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സ്റ്റെനോഗ്രാഫർ, അത് നമ്മൾ സ്റ്റെനോ പഠിക്കണം. അതുപോലെ തന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, അങ്ങനെ ഒട്ടനവധി പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു റീജിയനിലോട്ട് പോകാം. അതായത് നമുക്ക് ഡൽഹി പോലീസ്, പിന്നെ വന്നിട്ട് നമ്മുടെ GD കോൺസ്റ്റബിൾ, അതായത് 10th ലെവലാണ് GD കോൺസ്റ്റബിൾ. CP ഉണ്ട്, SI ഡൽഹി പോലീസ്, സബ് ഇൻസ്പെക്ടർ ലെവലും ഉണ്ട്. അപ്പോൾ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, അതായത് CGL നമുക്കറിയാം. ഇപ്പോൾ റീസെൻ്റ്ലി CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നു. മെയ് 21 CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഈ SSC നമ്മുടെ PSC പോലെ തന്നെ ഒരു കലണ്ടർ ഇടും. ആ കലണ്ടർ അനുസരിച്ചാണ് ഇവർ എല്ലാ നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യുന്നത്, ഇടുന്നത്, പരീക്ഷ നടത്തുന്നത്. ബട്ട് ഇപ്രാവശ്യം ഒരു കുറച്ച് ലാഗ് വന്നു. അതിൽ CGLന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് മാർച്ച് 31 നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞത്. കാണാമല്ലോ, മാർച്ച് 31 നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞത്. ക്ലോസ് ചെയ്യുന്നത് ഏപ്രിൽ 30 പറഞ്ഞു. പക്ഷേ അത് അതുപോലെ വന്നിട്ടില്ല, ലാഗ് വന്നു. നമുക്കിപ്പോൾ വന്നത് മെയ് 21 എന്തോ ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, മെയ് 21 തോന്നുന്നു CGL വന്നത്. അപ്പോൾ അതായത് മാർച്ചിൽ അവസാനം വരേണ്ട 1.5 മാസം ലേറ്റ് ആയിട്ടാണ് വന്നത്. ദെൻ അത് കഴിഞ്ഞ് സ്റ്റെനോഗ്രാഫർ നമുക്ക് 30 വരുമെന്ന് പറഞ്ഞത്. ബട്ട് സ്റ്റെനോടെ എനിക്ക് തോന്നുന്നു സ്റ്റെനോട് 24 നേരത്തെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം, അതും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 30 വരുമെന്ന് പറഞ്ഞു. അതും 23 എന്തോ നോട്ടിഫിക്കേഷൻ വന്നു. ഏപ്രിലിലെ കാര്യമാണ്, ഏപ്രിലിൽ വന്നു. സോ അതായത് നിങ്ങൾക്ക് ഈ ഒരു കലണ്ടർ കണ്ടാൽ മനസ്സിലാവും, നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ CGL മാത്രമാണ് ഒരു ലാഗ് വന്നത്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വന്നില്ലേ. അപ്പോൾ ഇനി ഏതൊക്കെ എക്സാം ഉണ്ട്, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഓക്കെ, അതായത് ഒന്ന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പറ്റും, ഉളപ്പിയാണെങ്കിൽ നടക്കത്തില്ല. അതായത് ഇനി നമുക്ക് വരാനുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 ലെവലിലുള്ള എക്സാമാണ് CHSL. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇതിൽ പറഞ്ഞത് ഏപ്രിൽ 30 ബട്ട് അതിൻ്റെ കാര്യത്തിലും ഒരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഏപ്രിൽ 30 നോട്ടിഫിക്കേഷൻ വന്നാലും ജൂലൈ സെപ്റ്റംബറിലായിരിക്കും പരീക്ഷ. അപ്പോൾ ഏപ്രിൽ പോയിട്ട് മെയ് ജൂൺ ജൂലൈ 3 മന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതേതാ മന്ത്, മെയ് കഴിഞ്ഞില്ലേ. ഈ മെയ് അവസാന നോട്ടിഫിക്കേഷൻ വന്നാലും മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ നമുക്ക് എന്ത് കാണത്തുള്ളൂ, എക്സാം കാണത്തുള്ളൂ. ശരിയല്ലേ? അതായത് 3 മാസം നിങ്ങൾക്ക് കിട്ടും. സോ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി എന്ത് ചെയ്യാം, ഇപ്പോൾ വേണമെങ്കിൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. ദെൻ
പിന്നീട് വരുന്ന എക്സാം എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോസ്റ്റ് എക്സാം ആണ്. ഓക്കെ, അതായത് നമ്മുടെ CPO SI CPO ആണ്. അത് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മെയ് 31. അതായത് ഇനി ഈ മന്ത് ലാസ്റ്റോടെ നോട്ടിഫിക്കേഷൻ വരും. അതായത് CHSൽ വരാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല, ലാഗ് അടിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? CGL ലാഗ് ആക്കിയെങ്കിലും സ്റ്റെനോയും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലും ഒരുപോലെ വന്നു. അത് നേരത്തെ വന്നു. CGL പക്ഷെ വന്നില്ല. അപ്പോൾ നമുക്ക് ഈ CHSൽ വരണമെന്നില്ല. ഏത് കയറി വരാം? ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന പോലെ തന്നെ CPO SIയുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നാലും എന്നാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്? ഒക്ടോബർ നവംബറിലാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ CPO 2025 എക്സാമിൻ്റെ ടയർ 1 കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫിസിക്കൽ ഡേറ്റ് ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എന്ത് തുടങ്ങും? CBT 1 തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം നോക്കുന്നവർ, യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ എക്സാം കാര്യമായിട്ട് നോക്കാമല്ലോ. സമയമുണ്ട്. ഒക്ടോബർ നവംബറിലാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമുക്കൊരു 6 മാസം കിട്ടും. ഈ നോട്ടിഫിക്കേഷൻ ടൈമിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ടൈം കിട്ടും. ഒരു 6 മാസം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ, ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നോട്ട് ചെയ്തോ, CPO എക്സാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതൊരു ഫിസിക്കൽ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ അതായത് ടയർ 1 കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ ഉണ്ട്, അതിന് ശേഷമാണ് നിങ്ങൾക്ക് ടയർ 2 വരിക. സോ ഫിസിക്കൽ നടക്കുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന് ആൾക്കാരെ എന്ത് ചെയ്യും? ഫസ്റ്റ് ടയർ ഒരുപാട് പേരെ എന്ത് ചെയ്യും? എടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടയർ ഒന്ന് പാസ്സായി കിട്ടിയാൽ പോരെ. ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഒരു 6 മാസം കൊണ്ട് നമുക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് ടയർ 1 ക്വാളിഫൈ ചെയ്യാം. ദെൻ ഒരു 3 മാസം കിട്ടും ഫിസിക്കലിന്. പിന്നെ ഒരു മന്ത് കിട്ടിയിട്ട് നമുക്ക് എന്തും എടുത്തോളൂ? ടയർ 2 എടുത്തോളൂ. അതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമുള്ള എക്സാമാണ്. അപ്പോൾ ഇംഗ്ലീഷിന് ഒരു ഇച്ചിരി എബോ ആവറേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ലൊരു സാലറിയോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് പ്രിഫർ ചെയ്യാൻ പറ്റും? സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്. യൂണിഫോം പോസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു പ്രൊഫഷനാണ്. ഓക്കെ, ട്രെയിനിങ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ പിന്നീടാണ്. ബട്ട് എങ്കിൽ കൂടിയും ഈ ഒരു പോസ്റ്റ് നല്ല പോസ്റ്റാണ്. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ഇന്ന് തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുക. സോ ലാസ്റ്റ് ഈ വർഷം, അതായത് നമുക്കിപ്പം ഇവരുടെ കലണ്ടറിൽ പറയുന്ന വെച്ചിട്ട് ഒരു എക്സാമും കൂടി ഇനി നമുക്ക് വരാനുണ്ട്. അതാണ് MTS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അതിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ പറയുന്നത് ജൂൺ 30 ഓക്കെ, അതായത് ഇനി ഒരു മന്ത് കഴിഞ്ഞിട്ട് അതിന് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ. അതിൻ്റെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ നവംബർ ആണ്. അപ്പം ഇന്നാ പിടിച്ചോ, 10ാം ക്ലാസ് കഴിഞ്ഞോ, ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ വലിയ രീതിയിൽ അറിയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മാത്സും റീസണിങ്ങും വെറും ക്വാളിഫൈങ് മാത്രമുള്ള എക്സാമാണ്. ഇംഗ്ലീഷും GKക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ MTS ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറാൻ പറ്റും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ ടയർ പരീക്ഷയാണ്. ഓക്കെ ആണോ? ഒറ്റ ടയറേ ഉള്ളൂ. ബാക്കി എക്സാം പോലെ അല്ല, 1ഉം 2ഉം ഘട്ടങ്ങളൊന്നുമില്ല. ഒരേ ഒരു പരീക്ഷ. DV കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോലിയിലേക്ക് എന്ത് ചെയ്യാം? പ്രവേശിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ലാഗ് വന്നത് CGLന് മാത്രമേ ഉള്ളൂ. മേ ബി CHSനും അങ്ങൊരു ലാഗ് വരാം. ലാഗ് വന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം MDSൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അങ്ങനെ ഇപ്പം NCERT ഫുള്ള് അങ്ങൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അല്ലേ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ലാഗ് വരുന്നത്. PSC ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് SSC ട്രൈ ചെയ്യാം. PSCയുടെ 4-5 വർഷങ്ങൾ കാത്തിരിക്കണം, ലിസ്റ്റും കാര്യങ്ങളും വരണമെങ്കിൽ. SSC സംബന്ധിച്ച് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? റിക്രൂട്ട്മെൻറ്റ് നടത്തും. ലാഗ് വന്നാലും ഒരു വിത്തിൻ 2 ഇയർ വേണ്ട, ഒരു 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാം CHSL, CPO, MTS, ഇത് കൂടാതെ GD, അതായത് ഇപ്പോഴത്തെ GD നമ്മുടെ എക്സാം ഓൺ ഗോയിങ് ആണ്. മെയ് അവസാനം വരെ GDയുടെ പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വർഷത്തെ നോട്ടിഫിക്കേഷനും ഈ വർഷം അവസാനം തന്നെ വന്ന് ജനുവരിയിൽ, അതായത് 2027 ജനുവരിയിൽ അതിൻ്റെ എക്സാം കാണും. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞുള്ളവരാണെങ്കിൽ GD ഫോഴ്സിലേക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡിഗ്രിയും +2 ഒക്കെ ഇപ്പോൾ കഴിഞ്ഞവർ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങാം.
കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ AZB അക്കാഡമിയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഡെയിലി എല്ലാ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാ ക്ലാസ്സുകളും ലൈവും റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് SSCയുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിന്നും കിട്ടുന്നതാണ്. സോ ഒരു 6 മാസം, ആ 6 മാസം നമുക്ക് എന്തായാലും MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആകും. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. CHSൽ അതിന് മുന്നേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കളയരുത്. ഇപ്പോൾ അക്കാഡമിക് ഇയറൊക്കെ അടുത്ത അക്കാഡമിക് ഇയർ വരുവാണ്. സോ ഒരു ബ്രേക്ക് ആണ് അല്ലേ, എന്ത് ചെയ്യണം എന്നുള്ള ഇതിലൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും കാണും. ഈവൻ ഞങ്ങൾക്കും എനിക്കും എന്താണ്, നമുക്ക് +2 ഒക്കെ കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകണോ, അതോ ഇനി നമുക്ക് വേറെ എന്താ പറയുക പ്രൊഫഷണൽ അങ്ങനെ എന്തെങ്കിലും പോകണോ, ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം കോച്ചിങ്ങിലോട്ട് പോകുന്നവരാണെങ്കിൽ ഇപ്പം നല്ലൊരു അവസരമാണ് വരുന്നത്. അതുപോലെ തന്നെ PSCയിലും ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളും ഉണ്ട്. സോ PSC SSC ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് പഠിച്ച് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. SSC സംബന്ധിച്ച് ഇനി വരാൻ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. സോ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സസ് അപ് ടു ഡേറ്റ് ആയിട്ട് കണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം മതി. ഇപ്പോൾ MDS നോക്കുന്ന ഒരാളാണെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ GK ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. മാത്സ് റീസണിങ് ഒരു ടോട്ടൽ 40 ക്വസ്റ്റ്യൻ എന്തോ 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് പാസ്സാവാൻ. അതെല്ലാവരും പാസ്സാവും. GK ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് മാത്രം നോക്കുമ്പോൾ എന്തായാലും 6 മാസം കൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ആക്കും, ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി. കേട്ടല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഓക്കെ, താങ്ക്